ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് കാർത്തിയുടെ ജന്മദിനമാണ്. തമിഴിലെ മികച്ച അഭിനേതാക്കളിൽ ഒരാൾ കൂടി കാർത്തിക്ക് ജന്മദിനാശംസകൾ നേരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം പ്രമാണിച്ച് 3 സിനിമകളുടെ പോസ്റ്ററുകൾ വന്നിരിക്കുന്നു. അതിലൊന്ന് വാവാദിയാർ എന്ന സിനിമയുടേതാണെങ്കിൽ മറ്റൊന്ന് നിലവിലെ ഹൈപ്പുള്ള കാർത്തി സിനിമയായ സർദാർ 2 എന്ന സിനിമയുടേതാണ്. വേറെ ഒന്ന് ഹിറ്റിന്റെ 4ാം ഭാഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. ഹിറ്റിന്റെ 3ാം ഭാഗത്തിൽ കാർത്തി ഗസ്റ്റ് കാമിയോ റോളിൽ എത്തിയിരുന്നു. ഇന്ന് തമിഴിൽ നിന്നും ഒരു വമ്പൻ സിനിമയുടെ ടീസർ കട്ട് റിലീസ് ആയിരിക്കുകയാണ്. ട്രാൻസ് ഓഫ് കുബേര എന്ന പേരിൽ ധനുഷ്, നാഗാർജുന, ഒപ്പം തന്നെ രശ്മിക മന്ദാന തുടങ്ങിയവർ അഭിനയിക്കുന്ന തമിഴ്, തെലുഗു ബൈലിംഗ്വൽ സിനിമയുടെ ഒരു ടീസർ കട്ടാണ് റിലീസ് ആയിരിക്കുന്നത്. സമീപകാലത്ത് കണ്ട ഒരു തമിഴ് സിനിമയുടെ മികച്ച ടീസർ കട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ജൂൺ 20-ാം തീയതിയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നല്ല സിനിമയാകട്ടെ എന്ന് ആശംസിക്കാം. മലയാളത്തിൽ നിന്നും ജൂൺ 13-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് റോന്ത. ചിത്രത്തിന്റെ ടീസർ നാളെ റിലീസ് ചെയ്യുന്നതാണ്. തെലുഗു സിനിമയിൽ നിന്നും ഈ വർഷം വരാനിരിക്കുന്ന വമ്പൻ പവൻ കല്യാൺ സിനിമയാണല്ലോ ഓജി. ദേ കോൾ ഹിം ഓജി എന്ന സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുന്നു. സെപ്റ്റംബർ 25-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഒരുപാട് ഘട്ടങ്ങളിലായിട്ട് ഷൂട്ട് നടന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളുടെ ചിത്രീകരണം ആരംഭിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവസാനമായിട്ട് സിനിമയെക്കുറിച്ച് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഈ വർഷം ഇനി 2 അന്യഭാഷാ സിനിമകൾ ലാലേട്ടൻ്റെതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അതിലൊന്ന് കണ്ണപ്പ എന്ന സിനിമയാണ്. ചിത്രത്തിൽ ലാലേട്ടൻ ഗസ്റ്റ് കാമിയോ റോളിലെത്തുന്നു. ഇപ്പോഴത്തെ ലാലേട്ടന്റെയും പ്രഭാസിന്റെയും സിനിമയിലെ ഡ്യൂറേഷൻ അപ്ഡേറ്റ് സിനിമയിലെ നായകൻ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം ജൂൺ 27-ാം തീയതി പാനന്തൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടിന് 15 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ട് എന്നും പ്രഭാസിന് 30 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ട് എന്നും സിനിമയ്ക്കാകെ 3 മണിക്കൂർ 10 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ട് എന്നൊരു റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. വിഷ്ണു മഞ്ജു എന്നൊരു നടനാണ് സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. കാത്തിരിക്കൂ കൂടുതൽ കണ്ണപ്പ വാർത്തകൾക്ക്.